കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം. ഇടുക്കി അടിമാലി രാജാക്കാട് വെള്ളത്തുവൽ പ്രദേശങ്ങളിലെ ഏലക്ക കർഷകരിൽ നിന്നും കോടികൾ വില വരുന്ന ഏലക്ക വാങ്ങിയ ശേഷം പണം നൽകാതെ മുങ്ങിയ പാലക്കാട് സ്വദേശിക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ഇടുക്കി അടിമാലി രാജാക്കാട് വെള്ളത്തുവൽ എന്നിവിടങ്ങളിൽ നിന്നും കർഷകരുടെ കയ്യിലെ ഏലക്ക വാങ്ങിയ ശേഷം പാലക്കാട് സ്വദേശി പണം നൽകാതെ കോടികൾ തട്ടിയ സംഭവത്തിൽ പ്രതിഷേധം പുകയുന്നു. കേസിലെ പ്രതി പാലക്കാട് സ്വദേശി നസീറാണ് പണം തട്ടിയെടുത്ത് മുങ്ങിയത്. ഇയാൾ രാജ്യം വിട്ടെന്ന സംശയവും കർഷകർക്കിടയിലുണ്ട്. കർഷകരിൽ ചിലർക്ക് പണം ലഭിച്ചത് വിദേശ അക്കൗണ്ടുകളിൽ നിന്നാണ്. ഇതാണ് പ്രതിയുടെ വിദേശ ബന്ധവും വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും ചർച്ചയാകാൻ കാരണം. സംഭവത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിൽ മാത്രം 32 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ സ്റ്റേഷനുകളിലും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 18 കോടിയോളം രൂപ കർഷകർക്ക് നഷ്ടപ്പെട്ടതായാണ് സ്ഥിരീകരണം. എന്നാൽ യഥാർത്ഥ തുക ഇതിന്റെ പല മടങ്ങ് വരുമെന്നാണ് കർഷകർ പറയുന്നത്. തട്ടിയെടുത്തത് കോടിയോളം രൂപ. പ്രദേശത്ത് എവർഗ്രീൻ എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി വൻതോതിൽ കർഷകരുടെ കയ്യിൽ നിന്നും ഏലക്ക വാങ്ങിയാണ് പണം തട്ടിയത്. കമ്പോളങ്ങളിൽ ലഭിക്കുന്ന വിലയേക്കാൾ കിലോയ്ക്ക് 500 രൂപ അധികം നൽകിയാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ ഏലക്ക ശേഖരിച്ചിരുന്നത്. പ്രദേശത്ത് ഒട്ടേറെ ഇടങ്ങളിൽ ഇവർ ബ്രാഞ്ചുകൾ തുടങ്ങി. കൂടിയ വിലയ്ക്ക് ഏലക്ക ശേഖരിച്ചതോടെ കർഷകരിൽ പലരും കമ്പോളങ്ങളിലെ സ്ഥിരം വ്യാപാരികൾക്ക് വിൽക്കാതെ ഏലക്ക പുതിയ വ്യാപാരികൾക്ക് കൈമാറി. എന്നാൽ ആദ്യമൊക്കെ ഉടൻ പണം നൽകിയ തട്ടിപ്പുകാർ പിന്നീട് കർഷകർക്ക് ചെക്കാണ് നൽകിയത്. ചെക്ക് നൽകി ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നും ടൺ കണക്കിന് ഏലക്ക വാങ്ങിയ സ്ഥാപന നടത്തിപ്പുകാരും പാലക്കാട് സ്വദേശിയായ ഉടമ നസീറും പിന്നീട് മുങ്ങി. ചെക്കുമായി ബാങ്കിൽ ചെന്ന കർഷകർക്ക് അക്കൗണ്ടിൽ പണമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതോടെ തട്ടിപ്പ് മനസ്സിലാക്കിയ കർഷകർ സ്ഥാപന ഉടമയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇയാളുടെ വിവിധ ഫോൺ നമ്പറുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പണം നൽകാനുള്ളവർക്ക് വെള്ളക്കടലാസിൽ എഴുതി നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് നിയമസാധുതയില്ലാത്തതിനാൽ നിയമ നടപടികൾ സ്വീകരിക്കുവാനും പ്രയാസമാണ്. സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പാറത്തോട് സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഇത് വ്യക്തിപരമായ തട്ടിപ്പാണോ സംഘടിതമായ തട്ടിപ്പാണോ എന്ന് അന്വേഷിക്കണം. അതിനപ്പുറം ഇത് തീവ്രവാദമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രദേശത്തെ ആളുകൾ മുഴുവനും നിലംപരശായ അവസ്ഥയാണ്. വലിയ ആശങ്കയുടെ നടുവിലേക്ക് ഒരു സമൂഹം മുഴുവൻ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ ഈ വിഷയം അന്വേഷിക്കുകയും ഇതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുകയും ചെയ്യണം. ഗൗരവമായ അന്വേഷണം നടക്കണം. വെറുതെ ഉപരിപ്ലവമായ അന്വേഷണ പ്രഹസനങ്ങളല്ല വേണ്ടത്. ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെടണം. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വരണം. വയനാട്ടിലുണ്ടായ ദുരിതം പോലെ തന്നെ ഭീകരമായ ഒരു ദുരന്തമാണ് ഇടുക്കി ജില്ലയിലെ ഈ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, കട്ടപ്പന.